നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് എന്ന ചാപ്റ്റർ തുടങ്ങിയല്ലേ. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഫോട്ടോസിന്തസിസിനെ കുറിച്ചിട്ടുള്ള ചില എക്സ്പെരിമെൻറ്റുകളെ കുറിച്ചാണ് പരിചയപ്പെട്ടത്. ആ എക്സ്പെരിമെൻറ്റുകളിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലായി. എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായത്? ഫോട്ടോസിന്തസിസിന് ലൈറ്റ് അത്യാവശ്യമാണെന്ന് മനസ്സിലായി. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എസെൻഷ്യൽ ഫോർ ഫോട്ടോസിന്തസിസ് എന്ന് മനസ്സിലായി അല്ലേ. ഗ്ലൂക്കോസ് ആണ് ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പ്രോഡക്റ്റ്. ഒരു ബൈ പ്രോഡക്റ്റായിട്ട് ഓക്സിജൻ ലിബറേറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലായി. ഗ്രീൻ പാർട്സ് ഓഫ് ദ പ്ലാന്റ്സ് ആണ് ഫോട്ടോസിന്തസിസ് നടത്തുന്നത് എന്നൊക്കെയുള്ള കുറേ നിഗമനങ്ങളിൽ നമ്മൾ എത്തിച്ചേർന്നു അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോട്ടോസിന്തസിസിൻ്റെ പ്രോസസ്സുകളെ കുറിച്ചാണ്. വേർ ഡസ് ഫോട്ടോസിന്തസിസ് ടേക്ക് പ്ലേസ്? എവിടെയാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്? ഗ്രീൻ പാർട്സ് ഓഫ് ദ പ്ലാന്റ്, ദാറ്റ് മീൻസ് ലീഫ് അല്ലേ. ലീഫാണ് ഫോട്ടോസിന്തറ്റിക് ഓർഗൻ എന്ന് പറയുന്നത്. ലീഫിൻ്റെ അനാറ്റമി നിങ്ങൾക്ക് അറിയാം അല്ലേ. എന്തൊക്കെയാണ്? ലീഫിനെ സെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ലീഫിനകത്ത് കാണുന്ന ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് പറയുന്ന പേരെന്താണ്? മീസോഫിൽ എന്ന് പറയും അല്ലേ. മീസോഫിൽ സെല്ലുകളെ നമ്മൾ പാലിസൈഡ് എന്നും സ്പോഞ്ചി എന്നും ഒക്കെ തിരിച്ചിട്ടുണ്ട്. ഡൈക്കോട്ടിൽ, മോണോക്കോട്ടിൽ അൺഡിഫറൻഷ്യേറ്റഡ് മീസോഫിലാണ്. അപ്പോൾ മീസോഫിൽ സെല്ലുകളിൽ ക്ലോറോപ്ലാസ്റ്റ് എന്ന ഓർഗനലുകളുണ്ട്. ക്ലോറോപ്ലാസ്റ്റിനെയാണ് നമ്മൾ ഫോട്ടോസിന്തറ്റിക് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ലീഫിനെ നമ്മൾ ഫോട്ടോസിന്തറ്റിക് ഓർഗൻ എന്ന് പറഞ്ഞപ്പോൾ ലീഫിനകത്തെ മീസോഫിൽ ടിഷ്യൂസിലെ ക്ലോറോപ്ലാസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോട്ടോസിന്തറ്റിക് ഓർഗനൽ ഓർ ഫോട്ടോസിന്തറ്റിക് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ സെൽ എന്ന ചാപ്റ്ററിൽ പഠിച്ചു. ഇത് നോക്കിക്കേ ഈ ഡയഗ്രാം. ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ, ഇറ്റ് ഈസ് എ ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ അല്ലേ. ഏറ്റവും വെളിയിൽ 2 ലെയറുള്ള ഒരു മെംബ്രെയിൻ ഉണ്ട്. നമ്മളതിനെ ഔട്ടർ മെംബ്രെയിൻ എന്നും ഇന്നർ മെംബ്രെയിൻ എന്നും പറയും. മെംബ്രെയിനകത്ത് കാണുന്ന ഫ്ലൂയിഡിനെ നമ്മൾ സ്ട്രോമ എന്ന് പേരിട്ട് വിളിക്കും. ഈ സ്ട്രോമയ്ക്കകത്ത് ധാരാളം മെംബ്രെയിനിയസ് സിസ്റ്റംസ് നമുക്ക് കാണാൻ പറ്റും. മെംബ്രെയിൻ കൊണ്ട് കവർ ചെയ്ത് സ്ട്രക്ചേഴ്സ് ആർ സീൻ ഇൻ ദി സ്ട്രോമ. ഇവയെ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? തൈലക്കോയിഡ്സ് ഓർ ലാമല്ലേ എന്ന് പറയൂ അല്ലേ. തൈലക്കോയിഡുകൾ ഒന്നിനു മുകളിൽ ഒന്നായി അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതിന് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? ഗ്രാനം എന്ന് വിളിക്കും അല്ലേ. അപ്പോൾ എന്തൊക്കെ സ്ട്രക്ചേഴ്സാണ് ക്ലോറോപ്ലാസ്റ്റിനകത്ത് കാണുന്നത്? ഫ്ലൂയിഡിനെ നമ്മൾ സ്ട്രോമ എന്ന് പറയുന്നു. അവിടെ ലേബിൾ ചെയ്തിട്ടുണ്ട് സ്ട്രോമ. നോക്കൂ, ഗ്രാനയുണ്ട്. അഡ്ജസൻറ്റ് ഗ്രാനുകളെ തമ്മിൽ കണക്ട് ചെയ്ത് കാണുന്ന തൈലക്കോയിഡിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നു? അവിടെ സ്ട്രോമ ലാമല്ലേ എന്ന് പേരിട്ട് വിളിക്കുന്നു. പിന്നെ ക്ലോറോപ്ലാസ്റ്റിനകത്ത് റൈബോസോമുകളുണ്ട്, സ്റ്റാർച്ച് ഗ്രാന്യൂൾസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ക്ലോറോപ്ലാസ്റ്റിനകത്താണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഗ്രാന ഈസ് റെസ്പോൺസിബിൾ ഫോർ അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് എനർജി. ഈ ഗ്രാനയിലെ മെംബ്രെയിനിൽ നമ്മൾ ക്ലോറോപ്ലാസ്റ്റിൽ കാണുന്നത് പോലെ ഓരോ ഗ്രാനയിൽ കാണുന്ന ഓരോ തൈലക്കോയിഡുകളും ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചറുകളാണ്. ഈ ഓരോ തൈലക്കോയിഡിൻ്റെയും മെംബ്രെയിനിൽ എന്തുണ്ട്? ഈ ഓരോ തൈലക്കോയിഡിൻ്റെയും മെംബ്രെയിനിൽ പിഗ്മെൻറ്റ് മോളിക്യൂൾസ് നമുക്ക് കാണാൻ പറ്റും. തൈലക്കോയിഡുകളുടെ മെംബ്രെയിനിൽ കാണുന്ന ഈ പിഗ്മെൻറ്റ് മോളിക്യൂൾസാണ് ലൈറ്റ് എനർജിയെ അബ്സോർബ് ചെയ്യുന്നത്. സോ ലൈറ്റ് എനർജി ഈസ് ട്രാപ്ഡ് ബൈ ദ thylakoids of the grana and they are used for the synthesis of ATP and NADPH. ഗ്രാനയിലെ തൈലക്കോയിഡുകൾ ലൈറ്റ് എനർജിയെ അബ്സോർബ് ചെയ്യുകയും
എന്നിട്ട് അത് ATPയും NADPHും സിന്തസൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യും. ഈ റിയാക്ഷന് പറയുന്ന പേരാണ് ലൈറ്റ് റിയാക്ഷൻ. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് ആണ് ഫോട്ടോസിന്തറ്റിക് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ക്ലോറോപ്ലാസ്റ്റിനകത്ത് നമുക്ക് ഗ്രാനയും ഉണ്ട്, സ്ട്രോമയും ഉണ്ട്. ഈ ഗ്രാനയിൽ കാണുന്ന തൈലക്കോയിഡുകളിൽ പിഗ്മെൻറ്റ് മോളിക്യൂൾസ് ഉണ്ട്. ഈ പിഗ്മെൻറ്റ് മോളിക്യൂൾസ് ആണ് ലൈറ്റ് എനർജിയെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നത്. സോ ഗ്രാനൽ തൈലക്കോയിഡ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ അബ്സോർബിങ് ദ ലൈറ്റ് എനർജി. ഈ ലൈറ്റ് എനർജിയെ ഗ്രാനൽ തൈലക്കോയിഡിലെ പിഗ്മെൻറ്റ്സ് അബ്സോർബ് ചെയ്തിട്ട് ദേ ആർ കൺവേർട്ടഡ് ഇൻ ടു എനർജി റിച്ച് കോമ്പൗണ്ട്സ് ATP ആൻഡ് NADPH. ഈ റിയാക്ഷനെ ലൈറ്റ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഈ റിയാക്ഷന് നമ്മൾ ലൈറ്റ് റിയാക്ഷൻ എന്ന് പേരിട്ട് വിളിക്കും. അപ്പോൾ ഫോട്ടോസിന്തസിസിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ലൈറ്റ് റിയാക്ഷനാണ്. സൺലൈറ്റിലെ ലൈറ്റ് എനർജിയെ ഗ്രാനൽ തൈലക്കോയിഡിലെ പിഗ്മെൻറ്റ് സിസ്റ്റംസ് അബ്സോർബ് ചെയ്ത് ലൈറ്റ് എനർജിയെ കൺവേർട്ട് ചെയ്ത് എനർജി റിച്ച് ആയിട്ടുള്ള കെമിക്കൽ കോമ്പൗണ്ട്സ് ആക്കി മാറ്റുന്നു. ഏതൊക്കെ കെമിക്കൽ കോമ്പൗണ്ട്സുകളാക്കിയാണ് മാറ്റുന്നത്? ATPയും NADPHും. അപ്പോൾ ATP ആൻഡ് NADPH ഉണ്ടാകണമെങ്കിൽ ലൈറ്റ് എനർജി കൺവേർട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ ലൈറ്റ് എനർജി, ലൈറ്റ് നിർബന്ധമാണ്. ദിസ് ലൈറ്റ് ഡ്രിവൺ പ്രോസസ് ഈസ് കോൾഡ് ലൈറ്റ് റിയാക്ഷൻ. ഇതാണ് ഫോട്ടോസിന്തസിസിൻ്റെ ഒന്നാം ഘട്ടം. അപ്പോൾ ഒന്നാം ഘട്ടത്തിൽ എന്ത് ലൈറ്റ് എനർജിയെ കൺവേർട്ട് ചെയ്ത് നമ്മൾ എന്താക്കി വെച്ചേക്കുകയാണ്? ATPയും NADPHും ആക്കി വെച്ചേക്കുകയാണ്. രണ്ടാം ഘട്ടത്തിൽ സ്ട്രോമയിലുള്ള എൻസൈംസ് ഉപയോഗിച്ചുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡും ഇൻകോർപ്പറേറ്റ് ചെയ്ത് ലൈറ്റ് റിയാക്ഷനിലെ പ്രോഡക്ട്സ് ആയ ATPയും NADPHും ഉപയോഗിച്ച് ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ഡാർക്ക് റിയാക്ഷൻ. എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഡാർക്ക് റിയാക്ഷൻ എന്ന് പേരിട്ട് വിളിക്കുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ലൈറ്റ്. ഡാർക്കിൽ നടക്കുന്നു എന്നല്ല അർത്ഥം. ദിറ്റ് ഈസ് നോട്ട് ലൈറ്റ് ഡിപ്പെൻഡൻറ്റ്. ലൈറ്റ് ഡിപ്പെൻഡൻ്റ് അല്ല. ലൈറ്റ് റിയാക്ഷൻ ആണെങ്കിൽ ലൈറ്റ് ഉള്ള സമയത്തേ നടക്കുകയുള്ളൂ. ലൈറ്റ് എനർജി അവിടെ അബ്സോർബ് ചെയ്യണം. സോ ദാറ്റ് ഈസ് ലൈറ്റ് ഡിപ്പെൻഡൻറ്റ്. ഡാർക്ക് റിയാക്ഷനിൽ ലൈറ്റ് റിയാക്ഷനിലെ പ്രോഡക്ട്സ് ആയ ATPയും NADPHും ഉപയോഗിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻകോർപ്പറേറ്റ് ചെയ്ത് സ്ട്രോമയിൽ വെച്ചിട്ട് എന്ത് പ്രിപ്പയർ ചെയ്യും? ഷുഗർ പ്രിപ്പയർ ചെയ്യും. The enzymatic reactions incorporate carbon dioxide leading to the synthesis of sugar. എന്താണ്? The enzymatic reactions incorporate carbon dioxide leading to the synthesis of sugar. ഇതെവിടെയാണ് നടക്കുന്നത്? Takes place in the stroma. സ്ട്രോമയിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ ലൈറ്റ് റിയാക്ഷൻ്റെ സൈറ്റ് എവിടെയാണ്? ഗ്രാനൽ തൈലക്കോയിഡ്സ് അല്ലേ? ഡാർക്ക് റിയാക്ഷൻ്റെ സൈറ്റ് ഏതാണ്? സ്ട്രോമ. ലൈറ്റ് റിയാക്ഷൻ ഈസ് ലൈറ്റ് ഡിപ്പെൻഡൻറ്റ്. എന്നാൽ ഡാർക്ക് റിയാക്ഷനോ? ഡാർക്ക് റിയാക്ഷൻ ഈസ് നോട്ട് ഡയറക്ട്ലി ലൈറ്റ് ഡ്രിവൺ, but they are dependent on the products of light reaction. Dark reaction നടക്കണമെങ്കിൽ ലൈറ്റ് റിയാക്ഷൻ്റെ പ്രോഡക്ട്സ് ആയ ATP and NADPH വേണം. But they are not directly dependent on light. So they are called, it is called dark reaction. അപ്പോൾ ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുന്ന ഫോട്ടോസിന്തസിസിൻ്റെ രണ്ടാം ഘട്ടവും കഴിയുമ്പോഴാണ് light energy is finally converted into chemical energy or food or glucose is prepared. ഫുഡ് അല്ലെങ്കിൽ ഗ്ലൂക്കോസിനെ പ്രിപ്പയർ ചെയ്യും. ഇനി നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ലൈറ്റ് റിയാക്ഷൻ എന്താണ് ലൈറ്റ് റിയാക്ഷൻ? നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലേ? ക്ലോറോപ്ലാസ്റ്റിലെ ഗ്രാനയിൽ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്ത് അതിനെ ATP ആൻഡ് NADPH ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ലൈറ്റ് റിയാക്ഷൻ. ഇറ്റ് ഈസ് ലൈറ്റ് ഡിപ്പെൻഡൻ്റ് ആണ്. ടേക്സ് പ്ലേസ് ഇൻ ദ ഗ്രാന, തൈലക്കോയിഡ്സ് ഓഫ് ദ ഗ്രാന. എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണം? ATPയും NADPHും പ്രൊഡ്യൂസ് ചെയ്യണം. നമ്മൾ ഇനി പഠിക്കുന്നത് ലൈറ്റ് റിയാക്ഷൻ, ഫോട്ടോസിന്തസിസിൻ്റെ ഒന്നാം ഘട്ടമായ ലൈറ്റ് റിയാക്ഷനെ കുറിച്ചാണ്. അതിനു മുന്നേ
ലൈറ്റ് എനർജിയെ അബ്സോർബ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? എപ്പോഴും നമ്മൾ ഫോട്ടോസിന്തസിസിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ 6CO2 plus 12H2O gives C6H12O6 plus 6O2 plus 6H2 അല്ലേ? ഇതല്ലേ ഫോട്ടോസിന്തസിൻ്റെ ഇക്വേഷൻ. ആരോയുടെ മുകളിൽ നമ്മൾ ലൈറ്റ് എനർജി എഴുതും, ആരോയുടെ താഴെ നമ്മൾ ക്ലോറോഫിൽ എഴുതും അല്ലേ? ഈ ലൈറ്റിനെ, സൺലൈറ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് എനർജിയെ ഗ്രാനൽ തൈലക്കോയിഡ് അബ്സോർബ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, തൈലക്കോയിഡ് എന്ന് പറയുന്ന തൈലക്കോയിഡിൻ്റെ മെംബ്രെയിനിൽ there are pigment systems. പിഗ്മെൻറ്റ്സ് ആണ് എന്തിനെ അബ്സോർബ് ചെയ്യുന്നത്? ലൈറ്റ് എനർജിയെ അബ്സോർബ് ചെയ്യുന്നത്. ദേ ആർ പ്രസൻറ്റ് ഇൻ ദ മെംബ്രെയിൻ ഓഫ് ദ തൈലക്കോയിഡ്. തൈലക്കോയിഡിൻ്റെ മെംബ്രെയിനിൽ പിഗ്മെൻറ്റ്സ് പ്രസൻ്റ് ആണ്. വാട്ട് ആർ പിഗ്മെൻറ്റ്സ്? പിഗ്മെൻറ്റ്സ് ആർ സബ്സ്റ്റൻസ് that have an ability to absorb light at a specific wavelength. ഒരു ഫിക്സഡ് വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ് പിഗ്മെൻറ്റ്സ്. വാട്ട് ആർ പിഗ്മെൻറ്റ്സ്? പിഗ്മെൻറ്റ്സ് ആർ substances have an ability to absorb light at a specific wavelength. നമ്മൾ ലീഫിനെ, ഗ്രീൻ കളറിലിരിക്കുന്ന ഒരു ലീഫിൻ്റെ chromatographical separation by using paper chromatography. പേപ്പർ ക്രോമറ്റോഗ്രഫി ഉപയോഗിച്ച് ലീഫിലെ കമ്പോണൻസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് നോക്കിയാൽ we can see 4 different pigments. ഈ ക്രോമറ്റോഗ്രാം ഓഫ് ലീഫിൻ്റെ ഡയഗ്രാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ലീഫിലെ പിഗ്മെൻസിനെ പേപ്പർ ക്രോമറ്റോഗ്രഫി ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തപ്പോൾ നമുക്ക് 4 ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള 4 ഡിഫറെൻറ്റ് പിഗ്മെൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റി. ഏറ്റവും താഴെ കാണുന്ന ബ്രൈറ്റായിട്ടുള്ള ബ്ലൂ ഗ്രീൻ കളറാണ് ക്ലോറോഫിൽ എ. അതിന് മുകളിൽ യെല്ലോ ഗ്രീൻ കളറിൽ സെപ്പറേറ്റ് ചെയ്തേക്കുന്ന പിഗ്മെൻ്റാണ് ക്ലോറോഫിൽ ബി. നോക്കൂ, ക്ലോറോഫിൽ ബിയുടെയും മുകളിൽ യെല്ലോ കളറിൽ കാണുന്ന പിഗ്മെൻ്റാണ് സാന്തോഫിൽ. സാന്തോഫിലിന് മുകളിൽ യെല്ലോ ടു ഓറഞ്ച് ഷെയ്ഡിലുള്ള പിഗ്മെൻ്റാണ് കെരോട്ടീൻ. അപ്പോൾ ഈ 4 പിഗ്മെൻറ്റ്സ് ആണ് ഫോട്ടോസിന്തസിസിൽ ഇൻവോൾവ് ചെയ്യുന്നത്. സോ വാട്ട് ആർ ദ പിഗ്മെൻറ്റ്സ് ഇൻവോൾവ്ഡ് ഇൻ ഫോട്ടോസിന്തസിസ്? ഫോട്ടോസിന്തസിസിൽ ഇൻവോൾവ് ചെയ്യുന്നത് ക്ലോറോഫിൽ മാത്രമാണോ? അല്ല. ഫോട്ടോസിന്തസിസിൽ ഇൻവോൾവ് ചെയ്യുന്ന പിഗ്മെൻറ്റ്സ് ആർ ഓഫ് 4 ടൈപ്സ്. ഏതൊക്കെയാണ്? ദേ ആർ ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, സാന്തോഫിൽ ആൻഡ് കെരോട്ടിനോയിഡ്സ്. ഈ പിഗ്മെൻറ്റ്സിനെല്ലാം തന്നെ they have the ability to absorb light of a fixed wavelength. ഒരു ഫിക്സഡ് വേവ് ലെങ്തിൽ ലൈറ്റ് എനർജിയെ അബ്സോർബ് ചെയ്യാനുള്ള എബിലിറ്റി ഈ പിഗ്മെൻറ്റ് മോളിക്യൂൾസിനുണ്ട്. ഈ പിഗ്മെൻറ്റ് മോളിക്യൂൾസ് എല്ലാം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്? ദേ ആർ ലൊക്കേറ്റഡ് ഇൻ ദി മെംബ്രെയിൻ ഓഫ് ദ തൈലക്കോയിഡ്. അപ്പം ഗ്രാനൽ തൈലക്കോയിഡ് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിക്കുമുള്ള അർത്ഥം എന്താണ്? തൈലക്കോയിഡിൻ്റെ മെംബ്രെയിനിൽ കാണുന്ന പിഗ്മെൻറ്റ് മോളിക്യൂൾസ് ആണ് ആരെ അബ്സോർബ് ചെയ്യുന്നത്? ലൈറ്റ് എനർജിയെ അബ്സോർബ് ചെയ്യുന്നത്. ഞാനിനി നിങ്ങൾക്ക് ചില ഗ്രാഫുകൾ കാണിച്ചു തരികയാണ്. ഈ ഗ്രാഫ് ഒന്ന് നോക്കിക്കേ. ഇതിൻ്റെ എക്സ് ആക്സിസിൽ ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ആണ്, വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ആണ്. ബ്ലൂ തൊട്ട് റെഡ് വരെയുള്ള ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. വൈ ആക്സിസിൽ കാണിച്ചിരിക്കുന്നത് അബ്സോർബൻസ് ഓഫ് ലൈറ്റ് ബൈ പിഗ്മെൻറ്റ് മോളിക്യൂൾസ്. ഓരോ പിഗ്മെൻറ്റ് മോളിക്യൂൾസിൻ്റെയും അബ്സോർബൻസി കാണിച്ചിരിക്കുകയാണ്. നോക്കൂ, 3 പിഗ്മെൻറ്റ്സ് അവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ? ക്ലോറോഫിൽ എ കാണിച്ചിട്ടുണ്ട്, കരോട്ടിനോയിഡ്സ് കാണിച്ചിട്ടുണ്ട്, ക്ലോറോഫിൽ ബി കാണിച്ചിട്ടുണ്ട്. ഈ 3 പിഗ്മെൻറ്റ് മോളിക്യൂൾസിലും മാക്സിമം അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് ഏതൊക്കെ റീജിയനിലാണ് നടക്കുന്നത്? ക്ലോറോഫിൽ എ ആണെങ്കിലും കരോട്ടിനോയിഡ്സ് ആണെങ്കിലും ബി ആണെങ്കിലും ക്ലോറോഫിൽ ബി പിഗ്മെൻറ്റ് മോളിക്യൂൾസ് ആണെങ്കിലും മാക്സിമം അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ്
takes place in the blue and the red regions of the spectrum, visible spectrum. Maximum light absorb ചെയ്യാൻ കഴിയുന്നത് pigment molecules-നെ absorb ചെയ്യാൻ കഴിയുന്നത് blue and the red light of the visible spectrum. So this is the graph showing absorption spectrum of chlorophyll A, B and carotenoids. ഈ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കൂ. ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നത് റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്, ബ്ലൂ ലൈൻ ഇൻഡിക്കേറ്റ്സ് ദ ലൈറ്റ് അബ്സോർബ്ഡ്. അപ്പോൾ ഈ ഗ്രാഫിലും കാണിച്ചിരിക്കുന്നത് എന്താണ്? ദിസ് ഈസ് ദ ഗ്രാഫ് ഷോയിങ് ആക്ഷൻ സ്പെക്ട്രം. എത്രമാത്രം റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് നടന്നു, എവിടെയൊക്കെയാണ് റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് കൂടുതൽ നടന്ന റീജിയൻസ്? യെസ്, ഈസ് ഓൾസോ blue and red light of the visible spectrum. Maximum absorbency of light എവിടെയായിരുന്നു? Maximum absorbency of the light of different pigment molecules-ഉം blue and red light തന്നെയായിരുന്നു. maximum photosynthetic rate-ഉം നടന്നത് എവിടെ തന്നെയാണ്? blue and red light of the visible spectrum. ഇതിന് നമ്മൾ ആക്ഷൻ സ്പെക്ട്രം എന്നാണ് പറയുന്നത്. ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്ത് അവിടെ നടക്കുന്ന ആക്ഷൻ എന്താണ്? ഫോട്ടോസിന്തസിസ് അല്ലേ, റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. സോ ദിസ് ഈസ് ദ ആക്ഷൻ സ്പെക്ട്രം ഓഫ് ആക്ഷൻ സ്പെക്ട്രം അലോങ് വിത്ത് ദി അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ്. അതാണ് ഈ ഗ്രാഫ് കാണിക്കുന്നത്. ഈ ഗ്രാഫിലും കാണിച്ചിരിക്കുന്നത് ദ റേറ്റ് ഓഫ് ഓക്സിജൻ റിലീസ് ആണ്. ഓക്സിജൻ റിലീസ് അതായത് ആക്ഷൻ സ്പെക്ട്രം തന്നെ. മാക്സിമം ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ എന്ത് റിലീസ് ചെയ്യും? ഓക്സിജൻ റിലീസ് ചെയ്യും. സോ ഓക്സിജൻ റിലീസ് കൂടുതലും നടന്നത് എവിടെയാണ്? ബ്ലൂ ആൻഡ് റെഡ് ലൈറ്റ് ഓഫ് ദ വിസിബിൾ സ്പെക്ട്രത്തിൽ ആണ്. അപ്പോൾ ഈ മൂന്ന് ഗ്രാഫും എന്തിനെയാണ് കാണിക്കുന്നത്? ദീസ് ഗ്രാഫ്സ് ടുഗദർ ഷോ ദാറ്റ് മോസ്റ്റ് ഓഫ് ദ ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ് ഇൻ ദ ബ്ലൂ ആൻഡ് റെഡ് റീജിയൻ ഓഫ് ദി വിസിബിൾ സ്പെക്ട്രം. മനസ്സിലായോ? ശരി. സോ ലൈറ്റ് റിയാക്ഷനിൽ എന്താ സംഭവിക്കുന്നത്? തൈലക്കോയിഡിലെ മെംബ്രെയിനിൽ കാണുന്ന പിഗ്മെൻറ്റ് മോളിക്യൂൾസ് ലൈറ്റ് അബ്സോർബ് ചെയ്ത് ദേ ആർ കൺവേർട്ടഡ് ഇൻ ടു എനർജി റിച്ച് കോമ്പൗണ്ട്സ് ATP ആൻഡ് NADPH. നമുക്ക് ലൈറ്റ് റിയാക്ഷനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ലൈറ്റ് reaction is also called photochemical phase. There are 4 important steps in light reaction. They are light absorption, water splitting, oxygen release and formation of ATP and NADPH. Light reaction ൽ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നടക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ലൈറ്റ് അബ്സോർപ്ഷൻ അല്ലേ, ലൈറ്റിനെ അബ്സോർബ് ചെയ്യുക ബൈ പിഗ്മെൻറ്റ് മോളിക്യൂൾസ്. ദെൻ വാട്ടർ സ്പ്ലിറ്റിംഗ്, ഓക്സിജൻ റിലീസ്. ഫോട്ടോസിന്തസിസ് സമയത്ത് ബൈ പ്രോഡക്റ്റ് ആയിട്ട് റിലീസ് ചെയ്യുന്ന ഓക്സിജൻ ഉണ്ടാകുന്നത് ലൈറ്റ് റിയാക്ഷനിലാണ്. ദെൻ ഫോർമേഷൻ ഓഫ് energy rich compounds ATP and NADPH. Several complexes are involved in light reaction. Number 2, pigments ആണ് ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നത് അല്ലേ. ഈ പിഗ്മെൻറ്റ്സ് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സസ് LHC. എന്താണ് LHC? ലൈറ്റ് ഹാർവെസ്റ്റിംഗ് complexes. Light harvesting complexes ആയിട്ട് they are located in the thylakoid membrane. അപ്പോൾ തൈലക്കോയിഡിൻ്റെ മെംബ്രെയിനിൽ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സുകളായി പിഗ്മെൻറ്റ്സ് ഓർഗനൈസ് ചെയ്തേക്കുകയാണ്. ഞാനൊരു ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കൂ, ഈ ഡയഗ്രാം ഒന്ന് ശ്രദ്ധിച്ചേ. ഈ പിക്ചർ ഒന്ന് നോക്കിക്കേ. ഈ പിക്ചറിൽ ലൈറ്റ് എനർജി ഫോട്ടോണിൻ്റെ രൂപത്തിൽ വന്ന് പതിക്കുകയാണ് അല്ലേ. സർക്കിളിട്ട് കാണിച്ചേക്കുന്ന ഗ്രീൻ കളറിലെ പാർട്സ് എന്ന് പറയുന്നത് ഗ്രീൻ സർക്കിൾസ്. ദേ ഡിനോട്ട് പിഗ്മെൻറ്റ് മോളിക്യൂൾസ്.
ഒരു LHC ആണിത്. നോക്കൂ, LHC are made of hundreds of pigment molecules bound to proteins. ഈ pigment molecules പ്രോട്ടീനുമായിട്ട് ബൗണ്ട് ചെയ്തിട്ടുണ്ട്. ഓരോ pigment moleculesഉം, അപ്പം ഒരു LHCയിൽ there are hundreds of pigment molecules. ഏതൊക്കെ pigment molecules ആകാം ഈ hundreds of pigment molecules എന്ന് പറയുന്നത്? യെസ്, ക്ലോറോഫിൽ ബി, കെരോട്ടിനോയിഡ്, സാന്തോഫിൽ, ക്ലോറോഫിൽ എ ഒക്കെ ആയിരിക്കാം. അങ്ങനെയുള്ള hundreds of pigment molecules ഓർഗനൈസ് ചെയ്തിരിക്കുകയാണ് ഒരു LHCയിൽ. അതിൽ ലൈറ്റ് വന്ന് ഈ pigment moleculesൽ വീഴുമ്പോൾ each pigment molecules in LHC absorb light energy. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ബ്ലാക്ക് കളറിൽ ആരോ ഇട്ട് കൊടുത്തേക്കുന്നുണ്ടോ? they transfer the energy. ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്ത് തൊട്ടടുത്തിരിക്കുന്ന pigment moleculesലോട്ട് they transfer the energy. അങ്ങനെ എനർജി ഓരോ pigment moleculesഉം ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്ത് they transfer the light energy to the neighboring pigment molecules, and finally they are funneled into, they are transferred the energy into a special chlorophyll A molecule. അതിനെ ഒരു ഗ്രീൻ കളർ, കുറച്ചുകൂടെ ഡാർക്ക് ഗ്രീനിൽ ഒരു സ്പെഷ്യൽ ക്ലോറോഫിൽ മോളിക്യൂൾ കാണിച്ചിട്ടുണ്ട് അല്ലേ? ദാറ്റ് ഈസ് കോൾഡ് റിയാക്ഷൻ സെൻറ്റർ. pigment molecules എല്ലാം ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് ഫൈനലി ദേ ആർ കോൺസെൻട്രേറ്റഡ് ഇൻ ടു എ സ്പെഷ്യൽ മോളിക്യൂൾ. ആ സ്പെഷ്യൽ മോളിക്യൂളിനെയാണ് എന്ത് പേരിട്ട് വിളിക്കുന്നത്? റിയാക്ഷൻ സെൻറ്റർ. Always reaction center is a chlorophyll A molecule. ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്ന ബാക്കിയുള്ള പിഗ്മെൻറ്റ് മോളിക്യൂൾസിനെയൊക്കെ നമുക്ക് ആൻറ്റനെ മോളിക്യൂൾസ് എന്ന് പറയാം. ആൻറ്റനെ മോളിക്യൂൾസ്. ആൻറ്റനെ മോളിക്യൂൾസ് അബ്സോർബ് ലൈറ്റ് എനർജി ആൻഡ് ദേ ട്രാൻസ്ഫേഴ്സ് ദ എനർജി ടു ദ റിയാക്ഷൻ സെൻറ്റർ. എപ്പോഴും റിയാക്ഷൻ സെൻറ്റർ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ക്ലോറോഫിൽ എ മോളിക്യൂൾ ആയിരിക്കും. അപ്പോൾ പിഗ്മെൻറ്റ് സിസ്റ്റം ഇതിൻ്റെ ഓർഗനൈസേഷൻ ഒരു പ്രത്യേക രീതിയാണ്. ഹൺഡ്രഡ്സ് ഓഫ് പിഗ്മെൻറ്റ് മോളിക്യൂൾസ് ചേർന്ന് ഒരു ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് ഉണ്ടാകുന്നു. ആ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സിൽ കാണുന്ന പിഗ്മെൻറ്റ് മോളിക്യൂൾസ് ക്ലോറോഫിൽ എ ഉണ്ട്, ബി, സാന്തോഫിൽ, കരോട്ടിനോയിഡ്സ് ഒക്കെ ഉണ്ട്. അതിലൊരു സ്പെഷ്യൽ ക്ലോറോഫിൽ എ മോളിക്യൂൾ ആക്ട് ആസ് ദ റിയാക്ഷൻ സെൻറ്റർ. ബാക്കിയുള്ള പിഗ്മെൻറ്റ് മോളിക്യൂൾസിനെ എല്ലാം നമ്മൾ ആൻറ്റനെ മോളിക്യൂൾസ് എന്ന് പറയും. ഈ ആൻറ്റനെ മോളിക്യൂൾസ് ലൈറ്റ് എനർജിയെ അബ്സോർബ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് അവസാനം എനർജി എങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും? റിയാക്ഷൻ സെൻറ്ററിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. റിയാക്ഷൻ സെൻറ്ററിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ക്ലോറോഫിൽ എ മോളിക്യൂളാണ്. ഈ സ്പെഷ്യൽ ക്ലോറോഫിൽ എ മോളിക്യൂളിന് ലൈറ്റ് എനർജി കിട്ടിക്കഴിയുമ്പോൾ they get excited and emit electron. ആ സ്പെഷ്യൽ ക്ലോറോഫിൽ എ മോളിക്യൂൾ, അതിനെന്ത് പേരിട്ടാണ് ഞാൻ വിളിച്ചത്? റിയാക്ഷൻ സെൻറ്റർ അല്ലേ? ഈ റിയാക്ഷൻ സെൻറ്ററിന് ലൈറ്റ് എനർജി കിട്ടിക്കഴിയുമ്പോൾ, കൂടുതൽ എനർജി കിട്ടിക്കഴിയുമ്പോൾ ദേ ബിക്കം എക്സൈറ്റഡ് ആൻഡ് എമിറ്റ് ഇലക്ട്രോൺ. എക്സൈറ്റ് ചെയ്തിട്ട് ഇറ്റ് എമിറ്റ് ഇലക്ട്രോൺ. ഈ എമിറ്റ് ചെയ്യുന്നതാണ് അവിടെ ആരോ ഇട്ട് എന്ത് കാണിച്ചേക്കുന്നത്? ഇലക്ട്രോൺ ട്രാൻസ്ഫർ. ഈ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്ന മോളിക്യൂളിനെ നമ്മൾ പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്റർ എന്ന് പേരിട്ട് വിളിക്കും. പറഞ്ഞ് മനസ്സിലായോ? ഇതിനെ ഫോട്ടോ സിസ്റ്റം, ഈ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സിന് നമുക്ക് ഫോട്ടോ സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ ഒരു ഫോട്ടോ സിസ്റ്റത്തിൽ ചുരുക്കി PS ഫോട്ടോ സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ ഒരു ഫോട്ടോ സിസ്റ്റത്തിൽ പിഗ്മെൻറ്റ് ആൻറ്റനെ മോളിക്യൂൾസ് ഉണ്ട്, റിയാക്ഷൻ സെൻറ്റർ ക്ലോറോഫിൽ എ മോളിക്യൂൾ ഉണ്ട്. വെൻ ദ റിയാക്ഷൻ സെൻറ്റർ ഗെറ്റ്സ് when the antennae molecules absorb light energy and they transfers the energy to the reaction center. When the reaction center gets light energy, it become excited and emit electron. The emitted electron is accepted by an electron acceptor. അങ്ങനെയുള്ള
രണ്ട് ഫോട്ടോ സിസ്റ്റംസ് ആണ് ലൈറ്റ് റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു LHCയെ ഞാൻ PS1 എന്ന് പറയുകയാണ്, ഫോട്ടോ സിസ്റ്റം 1. മറ്റൊരു LHCയെ ഞാൻ ഫോട്ടോ സിസ്റ്റം 2 എന്ന് പറയുകയാണ്. ആദ്യം കണ്ടുപിടിച്ചതുകൊണ്ട് ഫോട്ടോ സിസ്റ്റം 1 എന്നും രണ്ടാമത് ഓർഡർ ഓഫ് ഡിസ്കവറി അനുസരിച്ചിട്ടാണ് PS1 PS2 എന്നും പേര് കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ. രണ്ടും LHC തന്നെ, ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് തന്നെയാണ് PS1 PS2. ഒരു വ്യത്യാസം, ഇൻ PS1 the reaction center chlorophyll A molecule is P700. In PS2 it is another LHC in which the reaction center is a chlorophyll A molecule. എപ്പോഴും reaction center chlorophyll A molecule ആയിരിക്കും, and it is P680. അപ്പോൾ P700 reaction center ആയിട്ട് വരുന്ന LHC ആണ് photosystem 1. P680 റിയാക്ഷൻ സെൻറ്റർ ആയിട്ട് വരുന്ന LHC ആണ് ഫോട്ടോസിസ്റ്റം 2. ഇങ്ങനെയുള്ള രണ്ട് ഫോട്ടോ സിസ്റ്റം ആണ് ലൈറ്റ് റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ലൈറ്റ് റിയാക്ഷനിൽ നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, ലൈറ്റ് അബ്സോർബ് ചെയ്ത് എനർജി റിച്ച് കോമ്പൗണ്ടായിട്ടുള്ള ATPയും NADPHും പ്രൊഡ്യൂസ് ചെയ്യണം. ഈ ATPയും NADPH പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തൈലക്കോയിഡ് മെംബ്രെയിനുകളിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഈ PS1ഉം PS2ഉം കൂടി ഒരുമിച്ച് ഫങ്ഷൻ ചെയ്യുമ്പോൾ ആണ് ATPയും NADPHും ഉണ്ടാകുന്നത്. ഇതിന് നമ്മൾ Z സ്കീം ഓഫ് ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയും. എങ്ങനെയാണ് ATP ആൻഡ് NADPH ഉണ്ടാകുന്നത്, ലൈറ്റ് അബ്സോർപ്ഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നിങ്ങനെയുള്ള വിശദമായ ലൈറ്റ് റിയാക്ഷൻ്റെ സ്റ്റെപ്പുകൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം.